ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ആവശ്യമായ കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് മിസ് എന്ത് ചെയ്യാം, കുറച്ചുകൂടി കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് 3-4 ഇയറിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് മിസ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് എന്തായാലും കിട്ടുന്ന ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യനും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ഫിഗർ O ഇസ് എ സെൻറ്റർ ഓഫ് ദ സർക്കിൾ എ. ആംഗിൾ എ എത്ര ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 30 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് കണ്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ ബി. ഒന്ന് ശ്രദ്ധിച്ചേ, ഓയിൽ നിന്ന് എയിലേക്കുള്ള ദൂരവും, നന്നായിട്ട് ശ്രദ്ധിക്കണേ, ഓയിൽ നിന്ന് എങ്ങോട്ടുള്ള ദൂരമാണ് ഞാൻ പറഞ്ഞത്? എയിലേക്കുള്ള ദൂരവും അതേപോലെ ഓയിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും സെയിം ആണോ? സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ ഒ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന കോണ് അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഒ എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി തന്നെ ആയിരിക്കും. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യം തന്നെ പഠിക്കുന്നുണ്ട് അല്ലേ. എന്താണ്? എതിരെയുള്ള ഇത് അല്ലേ, വശങ്ങൾ തുല്യമായാൽ അതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോണുകൾ അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? തുല്യമായിരിക്കും. അപ്പോൾ ഇത് 30 ആണെങ്കിൽ, ആംഗിൾ എ 30 ആണെങ്കിൽ ഒ ബി എന്ന് പറയുന്ന സൈഡിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് ആംഗിൾ എ എന്ന് പറയുന്നത് അല്ലേ. അതിൽ ഒ എ എന്ന് പറയുന്ന സൈഡിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ഏത്? ആംഗിൾ ബി എന്ന് പറയുന്നത്. അപ്പോൾ എത്രയായിരിക്കും? ഒ ബിക്ക് ഓപ്പോസിറ്റ് 30 ആണെങ്കിൽ ഒ എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ബി എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പം ജസ്റ്റ് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, എ ഒ ബി കണക്കാക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. എ ഒ ബി എന്ന് വെച്ചാൽ ഇതല്ലേ എ ഒ ബി, ശരിയാണോ? അപ്പോൾ എ ഒ ബി കണക്കാക്കാൻ നമ്മൾ ആദ്യം ആലോചിക്കുക, ഒരു ട്രയാങ്കിള് അല്ലെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകൾ അല്ലെങ്കിൽ 3 ആംഗിൾസോട് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരുന്നു? 180 ആയിരുന്നു, ശരിയാണോ? അപ്പം 180 നിന്ന് ഇതും കൂടെ അങ്ങോട്ട് മൈനസ് ചെയ്താൽ പോരെ. അപ്പം 30 + 30 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 60 ആയിരുന്നു അല്ലേ. 30 + 30 ആണേ, ഇത് 30 + 30 ആണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, 180 നിന്ന് 60 അങ്ങോട്ട് കുറച്ചാൽ പോരെ. അപ്പം 180 നിന്ന് 60 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 120 ആണ്. കുറച്ച് കാണിക്കണ്ടല്ലോ, എന്തായാലും അറിയായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി എന്ന് കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവേ. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാനാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, ഫസ്റ്റ് വൺ എത്ര കൊടുത്തേക്കുന്നത്? 51 സ്ക്വയർ എന്ന് കൊടുത്തിട്ടുണ്ട്. എത്ര കൊടുത്തേക്കുന്നത്? 51ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് കേട്ടോ. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാവേ. ആദ്യം നമുക്ക് 51ൻ്റെ സ്ക്വയർ. എന്താ 51 സ്ക്വയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? 51നെ 2 പ്രാവശ്യം ഇൻറ്റു ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 51നെ എത്ര പ്രാവശ്യം ഇൻറ്റു ചെയ്യുക? 2 പ്രാവശ്യം ഇൻറ്റു ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ജസ്റ്റ് നമുക്ക് 51ൻ്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. 51 × 51, 1നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ്? 1 ആണ്. 1 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. 5 × 1 5 ആണ് അല്ലേ. അപ്പോൾ അത് തൊട്ടിപ്പുറത്തെ സ്ഥാനത്താണ് എഴുതേണ്ടത്. 5 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. ഇനി ഇത് തമ്മിൽ കൂട്ടുക അല്ലേ. 1 അതുപോലെ ഇറക്കി എഴുതുക. 5 5 എത്രയാണ്? 10ന് 0 എഴുതുക. സിസ്റ്റം എത്രയാണ്? 1 ആണ് അല്ലേ. 5 1 6, പിന്നെ 2 അതുപോലെ എഴുതുക. അപ്പോൾ എത്ര ആൻസർ കിട്ടിയേക്കുന്നത്? 2601 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്, ശരിയാണോ? ഇനി നമുക്ക് അടുത്ത ഇവിടെ പറഞ്ഞിട്ടുണ്ട് 51 സ്ക്വയർ എന്ന് പറയുന്നത് 50ൻ്റെ സ്ക്വയറും 50ൻ്റെ സ്ക്വയർ കണ്ടിട്ട് അതിനോട് 50 കൂട്ടി മറ്റേതോ ഒരു സംഖ്യ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 2601 കിട്ടണം എന്നാണ് റൂൾ കേട്ടോ. അപ്പോൾ നമുക്ക് 50ൻ്റെ സ്ക്വയർ, അപ്പം മിസ് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല, 50ൻ്റെ സ്ക്വയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 50നെ 2 പ്രാവശ്യം ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ 50ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 2500 ആണ് കേട്ടോ. ജസ്റ്റ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 50 അങ്ങോട്ട് കൂട്ടി. 2500നോട് 50 കൂട്ടി കേട്ടോ. അപ്പോൾ എത്ര കിട്ടും? 0 5 5 2 എന്ന് വരും. റെഡിയാണോ? ഓക്കെ. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു 51 അങ്ങോട്ട് കൂട്ടുക കേട്ടോ. അപ്പോൾ എത്ര ആൻസർ കിട്ടുക നോക്കാവേ. 0ത്തോട് 1 കൂട്ടിയാൽ 1 തന്നെ അല്ലേ. 5 5 10ന് 0, സിസ്റ്റം എത്രയാണ്? 1, 5 1 6 2. സെയിം ആൻസർ ആണോ എന്ന് ചെക്ക് ചെയ്തേ. 51ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2601 ആണ്. അതേപോലെ ഞാൻ 2005നോട് 50 കൂട്ടിയപ്പോൾ എനിക്ക് 2550 കിട്ടി. അതിനോട് 51 കൂട്ടിയപ്പോൾ എനിക്ക് എത്ര കിട്ടിയത്? 2601 എന്നാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ശ്രദ്ധിച്ചേ, അപ്പോൾ എത്രയാണ്? 51 ആണ് കേട്ടോ ഇവിടെ വേണ്ടത്.
എത്രയാണ് 51. ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കാം അല്ലേ. അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഇതേപോലെ മറ്റൊന്നാണ് കേട്ടോ. ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50 ഇത് ജസ്റ്റ് തിങ്ക് ചെയ്തൊന്ന് എഴുതാനുള്ളതാണോ. 51 പകരം ഇവിടെ 50+1 എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. 50+1 അല്ല, 50 പകരം. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് കത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇവിടെ കൊടുത്തേക്കുന്നത് 51 പകരമായിട്ട് ഞാൻ എക്സിൻ്റെ വാല്യൂ 50 എന്ന് കൊടുത്തു. 50നോട് 1 കൂട്ടുന്നതല്ല 51 എന്ന് പറയുന്നത്. അപ്പോൾ 51 സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, എന്താ കണ്ടുപിടിക്കേണ്ടത്? 51 സ്ക്വയർ കേട്ടോ. ഈ 50 എന്ന് പറയുന്നത് എക്സ് ആണ്. 50 എന്ന് പറയുന്നത് ആരാണ്? എക്സ് ആണ്. അപ്പോൾ 51 സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ എക്സ് അല്ലേ 50ൻ്റെ സ്ക്വയർ ആണ് എഴുതി. അപ്പോൾ അതേപോലെ എക്സിൻ്റെ സ്ക്വയർ എഴുതി. ശരിയാണോ? 50ൻ്റെ സ്ക്വയറിനോട് പിന്നെ അടുത്ത് എന്താ കൂട്ടുന്നത്? സ്ക്വയർ ഇല്ലാത്ത എക്സ്. സ്ക്വയർ ഇല്ലാത്ത എന്താ കൂട്ടേണ്ടത്? എക്സ് അല്ലേ. ഇവിടെ നമ്മൾ 50 കൂട്ടിയില്ലേ, അതേപോലെ സ്ക്വയർ ഇല്ലാത്ത എക്സ് കൂട്ടി. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, അടുത്തത് 51 കൂട്ടിയത്. 50 എക്സിൻ്റെ വാല്യൂ 50 ആണ്. അപ്പോൾ 51 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എക്സിനോട് 1 കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ കിടപ്പുണ്ടല്ലേ. അപ്പോൾ എക്സിനോട് എത്ര കൂട്ടുക? 1 കൂട്ടുക. ശ്രദ്ധിക്കണേ. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് സംഖ്യകൾ വെച്ച് ഇതിനൊന്ന് ആലോചിച്ചാൽ നമുക്ക് പിടികിട്ടും കേട്ടോ. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തത്, വിച്ച് നമ്പർ ഈസ് ടു ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം 10 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ടു ഗെറ്റ് 10 - 2 സ്ക്വയർ ഉണ്ട് കേട്ടോ. ഇവിടെ സ്ക്വയർ ഉണ്ട്, സ്ക്വയർ. അപ്പം നമുക്ക് നോക്കാം അല്ലേ. വാട്ട് ഈസ് ടു ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ടു ഗെറ്റ് a - b ഹോൾ സ്ക്വയർ. ഇതൊന്ന് ചെയ്താൽ മറ്റേ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാവും കേട്ടോ. ആ ഫസ്റ്റ് വൺ നമുക്ക് ചെയ്യാവേ. ഇത് നോക്കിക്കേ, 10 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആണ് അല്ലേ. ശരിയാണോ? അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാധനം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇവിടെ നോക്കിക്കേ, 10 - 2 സ്ക്വയർ അത് നമുക്ക് a - b ആക്കി എടുക്കുക കേട്ടോ. 10ന് പകരം മിസ് a എടുത്തു. ഇനി അടുത്തത് 2ന് പകരം മിസ് ഏതാ എടുത്തത്? b എടുത്തു കേട്ടോ. അപ്പം a - b സ്ക്വയർ എന്തായിട്ട് മാറി? a - b സ്ക്വയർ ആയിട്ട് മാറി കേട്ടോ. അപ്പോൾ നോക്കിക്കേ, a - b സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആയിരുന്നു. ആകെപ്പാടെ കൺഫ്യൂഷനായോ? സിമ്പിളാണ് കേട്ടോ. ഇതൊന്ന് പഠിച്ചു നോക്കണേ. മിസ്സിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, a - b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഏതൊക്കെയാണ്? a എന്ന് പറയുന്നത് 10 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അപ്പം മിസ് എന്ത് ചെയ്തു? a എന്ന് പറയുന്നത് ഇവിടെ 10 എന്ന് എഴുതി കേട്ടോ. ബി എന്ന് പറയുന്നത് എത്രയാണ്? 2 എന്ന് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. a എന്ന് പറയുന്നത് 10 ആണ്, ബി എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് കേട്ടോ. ഇനി ആ വാല്യൂ വെച്ചിട്ട് ഇവരെ നമുക്കൊന്ന് മൊത്തം ഒന്ന് എഴുതി നോക്കാവേ. അപ്പം ഇവിടെ എന്ത് ചെയ്തു? എക്ക് പകരം മിസ് 10 എഴുതി, മൈനസ് എഴുതി, ബിക്ക് പകരം എത്രയാണ്? 2 എഴുതി കേട്ടോ. ഇനി സ്ക്വയർ അങ്ങോട്ട് ഇട്ടു. റെഡിയാണോ? ഇവിടെ എക്ക് പകരം 10 എഴുതിയെന്നുള്ളൂ, മൈനസ് അതുപോലെ ഇറക്കിയിട്ടു. ബിക്ക് പകരം എത്രയാണ്? 2 എഴുതി. ഈ സ്ക്വയർ അതുപോലെ കൊണ്ടുവന്ന് എഴുതി കേട്ടോ. ഇനി അടുത്തത് a സ്ക്വയർ ആണ് അല്ലേ. a എത്ര വാല്യൂ? 10 ആണ്. 10ൻ്റെ സ്ക്വയർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മൈനസ് ആണ്, മൈനസ് അതുപോലെ കൂടെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ആണ്, 2നെ ഒന്നും ചെയ്തില്ല, എഴുതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പ്ലസും മൈനസും ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും? സൈൻ ഇൻറ്റു ആണ് കേട്ടോ. a എന്ന് പറയുന്നത് 10 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഏതാണ്? പ്ലസ് കൊടുക്കുക. എങ്ങനെയാണ് പ്ലസ് വന്നത്? ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് അതുപോലെ ഇറക്കി എഴുതി കേട്ടോ. ഇനി ബി സ്ക്വയർ ആണ്. ബി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 2 സ്ക്വയർ ആണ്. ഇനി പറയുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോണേ. ഇനി പറയുന്ന കാര്യമാണ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി അടുത്തത് മൊത്തം വാല്യൂ ഞാൻ കാണുന്നില്ല. 10 സ്ക്വയർ എന്ന് പറയുന്നത് അതുപോലെ ഇറക്കി എഴുതി. 10 സ്ക്വയർ എന്ന് പറയുന്നത് ഞാൻ എന്താ എഴുതേ? അതുപോലെ ഇറക്കി എഴുതി കേട്ടോ. ഇവിടെ പ്ലസ് സൈൻ ഒരാളൂടെ ഉണ്ട്. ആരാണ്? പ്ലസ് 2 സ്ക്വയർ. അപ്പം മിസ് എന്ത് എഴുതു? പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതിയിട്ട് ഇത് അതുപോലെ ഇറക്കി എഴുതാവേ. 10 - 2 ഹോൾ സ്ക്വയർ എന്ന് ഞാൻ ഇറക്കി എഴുതി കേട്ടോ. 10 - 2 ഹോൾ സ്ക്വയർ അതുപോലെ ഇറക്കി എഴുതി. ഇനി ഇവിടെ പ്ലസ് ഉള്ള 10 സ്ക്വയർ എഴുതിയിട്ടുണ്ട്. ഇവിടെ പ്ലസ് ഉള്ള മറ്റൊരാളെന്ന് പറയുന്നത് ആരാണ്? പ്ലസ് 2 സ്ക്വയർ ആണ്. അത് അതുപോലെ ഇറക്കി എഴുതിയേ. ഇനി അടുത്തത് ഈ മൈനസ് ഇങ്ങോട്ട് ഇടുക. ഈ മൈനസ് വരച്ചു. ഇനി 2 × 10 എത്രയാണ്? 20 ആണ്. 20 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആണ്. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. 10 - 2 സ്ക്വയർ കിട്ടണമെങ്കിൽ 10 - 2 സ്ക്വയർ കിട്ടണമെങ്കിൽ 10 സ്ക്വയർ പ്ലസ് 2 സ്ക്വയറിനോട് എത്ര കുറച്ചാൽ മതി? -40 കുറച്ചാൽ പോരെ? ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇത്രയേ ഉള്ളൂ. 10 - 2 സ്ക്വയർ കിട്ടണമെങ്കിൽ 10 സ്ക്വയർ പ്ലസ് 2 സ്ക്വയറിനോട് -40 അങ്ങോട്ട് കുറച്ചാൽ മതി. അതല്ലേ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്.
എന്താ ചോദിച്ചേക്കുന്നത്? -2 10 - 2 സ്ക്വയർ കിട്ടണമെങ്കിൽ 10 സ്ക്വയർ പ്ലസ് 2 സ്ക്വയറിനോട് എത്ര കുറയ്ക്കണം എന്നല്ല ചോദിച്ചേക്കുന്നത്. അപ്പോൾ എത്ര കുറയ്ക്കേണ്ടത്? -14 അല്ലെങ്കിൽ -40 കുറയ്ക്കേണ്ടത്. റെഡിയാണോ? എസ് ഓർണോ? സെറ്റാണോ? സെറ്റാണ് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കേ. അതേപോലെ മറ്റൊന്നാണ് കേട്ടോ. ഇത് ചെയ്ത് നോക്കാനൊന്നും പോണ്ട. ഈ സാധനം അവിടെ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. അടുത്ത നോക്കിക്കേ. A² പ്ലസ് B² ആണ്. എന്താണ്? A² പ്ലസ് B² കേട്ടോ. ഇതേപോലെ നമ്മൾ 10 സ്ക്വയറിന് പകരം നമ്മൾ A ആക്കി, 2 സ്ക്വയറിന് പകരം B² ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. അതവിടെ കിടന്നോട്ടെ കേട്ടോ. A² പ്ലസ് B² അവിടെ കിടന്നോട്ടെ, ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് A - B² ഓക്കെ. അപ്പോൾ നമ്മൾ 10 - 2² എഴുതിയില്ലേ? അതേപോലെ നമ്മൾ എഴുതുന്നു. എന്താണ്? A - B² ശരിയാണോ? A - B² കേട്ടോ. ഇനി ശ്രദ്ധിച്ചോണേ, ഇനി നന്നായിട്ട് ശ്രദ്ധിച്ചോണേ. ഇതേപോലെ സ്റ്റെപ്പൊക്കെ വരും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇവിടെ ഈ -40 നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? -40 നമുക്ക് കിട്ടിയേക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ് അല്ലേ? ആൻസർ എന്ന് പറയുന്നത് ഈ ഭാഗത്തു നിന്നാണ് കിട്ടിയേക്കുന്നത്. ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? A - B² ഏത് നമ്പർ കുറച്ച് കഴിഞ്ഞാലാണ് A² പ്ലസ് B² കിട്ടുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ ഒന്ന് നോക്കിക്കേ. നമുക്കിവിടെ നേരത്തെ കിട്ടിയ ആൻസർ ഈ ഭാഗത്തു നിന്നാണ് -40 എന്ന് കിട്ടിയേക്കുന്നത് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം തൊട്ട് നോക്കിക്കേ. ഇതല്ലേ ഇതിൻ്റെ മോൾ ഭാഗം എന്ന് പറയുന്നത്. -2AB അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? A² പ്ലസ് B² നിന്ന് -2AB കുറച്ച് കഴിഞ്ഞാൽ ഏത് കിട്ടും? A - B² കിട്ടും. പിടി കിട്ടിയോ? സിമ്പിളല്ലേ? സിമ്പിളായിട്ട് ചെയ്യാമെന്ന് കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ കേട്ടോ. ഈ സാധനം റെഡിയായി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അടുത്ത് ചോദിച്ചേക്കുന്നത് A² പ്ലസ് B². അപ്പോൾ നേരത്തെ നമ്മൾ 10² പ്ലസ് 2² എടുത്തില്ലേ? അതേ സംഭവം നമ്മൾ മനസ്സിലോർക്കുക. ദെൻ അടുത്തത് A - B² ആണ്. അപ്പോൾ A - B² നിന്ന് A - B² ആണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. അപ്പം A² പ്ലസ് B² നിന്ന് ഏത് നമ്പർ എന്ത് കുറച്ച് കഴിഞ്ഞാൽ A - B² കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തു വെച്ച സാധനമല്ലേ, അതേ വാല്യൂ അങ്ങോട്ട് മാറ്റിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരത്തെ അവിടെ കിട്ടിയത് -40 അല്ലേ? അപ്പോൾ -40ൻ്റെ തൊട്ട് മുന്നത്തേക്ക് നോക്കുക. അപ്പോൾ തൊട്ട് മുന്നത്തത് 2 × 10 × 2 ആയിരുന്നു. അതിൻ്റെയും തൊട്ട് മുന്നത്തേക്ക് നോക്കുക. എന്താണ്? -2AB ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് -2AB കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ A - B² എന്ന് കിട്ടും. റെഡിയാണോ? A² പ്ലസ് B² നിന്ന് -2AB കുറച്ച് കഴിഞ്ഞാൽ A - B² കിട്ടും. സെറ്റാന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. See the advertisement of the financial installment. Monthly interest for 1000 rupees is 20 rupees only. അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ 1000 രൂപ നമ്മൾ കൊണ്ടുപോയിട്ടൊരു നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി 20 രൂപ കിട്ടും. ഓക്കെ. അപ്പോൾ ചോദിച്ചേക്കുന്നത് 100 രൂപയ്ക്ക് മാസം എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിളാണ് കേട്ടോ. 100/1000 ഇൻറ്റു എത്ര ചെയ്താൽ മതി? 20 ചെയ്താൽ മതി. നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യം എന്തായിരുന്നു? 1000 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് 20 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും എന്നല്ലേ കാണേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞേ? ഈ 0 ഇവിടെ മുകളിലൊരു 0 ഞാൻ വെട്ടിയേ, ഈ 0 മുകളിലൊരു 0 വെട്ടി. റെഡിയാണോ? ഇനി ഇതാ ഈ 0 ഈ 0 വെട്ടി. ഒന്നിനോടൊന്ന് ഹരിക്കുമ്പോൾ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. 1 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ എത്ര കിട്ടും? 2% എന്ന് കിട്ടും. റെഡിയല്ലേ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ഇവിടെ ഒരു മാസത്തേക്ക് എത്രയാണ്? 2% അല്ലേ വരുന്നത്? 2 ആണ് വരുന്നത്. പെർസെൻറ്റേജ് അല്ല, മാറിപ്പോയി കേട്ടോ. ഓക്കെ. 2 rupees ആണ് കേട്ടോ. 2 rupees. ഓക്കെ. 2 rupees എന്ന് വരുവേ. ഓക്കെ. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ഒരു മാസത്തേക്ക് 2 rupees കിട്ടുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര തന്നെ ആയിരിക്കും? 2 rupees തന്നെ ആയിരിക്കും. ഒരു മാസത്തേക്കാണ്. 1 × 2 ചെയ്താൽ മതി. ഇനി ഒരു വർഷത്തേക്ക് ചോദിച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യുക?
12 ഇൻറ്റു 2 ചെയ്യണം കേട്ടോ. 12നെ 12 ഒരു വർഷം എന്ന് വെച്ചാൽ എത്ര മാസമാണ്? 12 മാസമാണ്. 12നെ ഒരു മാസത്തെ ഇൻട്രസ്റ്റ് കൊണ്ട് അങ്ങോട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടുക? 24% അല്ലെങ്കിൽ 24% എന്നാണ് കിട്ടുക കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ വൺ ഔട്ടർ ആംഗിൾ ഓഫ് എ 12 sides regular polygon? What is the measure of one inner angle? സിമ്പിൾ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ ഒരു റെഗുലർ പോളിഗൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ്സ് ആദ്യം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ സൈഡ്സ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി സൈഡ്സിൻ്റെ എണ്ണം ഒന്ന് എടുത്ത് എഴുതുക. സൈഡിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. ഇതിൽ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്? വൺ ഔട്ടർ ആംഗിൾ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഔട്ടർ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഈ ഔട്ടർ ആംഗിൾ റെഗുലർ പോളിഗൺസിൻ്റെ എല്ലാ ഔട്ടർ ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? 360 ആയിരിക്കും കിട്ടുന്നത്. എത്രയായിരിക്കും കിട്ടുന്നത്? 360. എല്ലാ ഔട്ടർ ആംഗിളോട് കൂട്ടിക്കഴിഞ്ഞാലാണ് 360 കിട്ടുന്നത്. അങ്ങനെ എത്ര സൈഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 12. അപ്പം 360 നിന്ന് 12 അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പോൾ എത്ര കിട്ടുന്നത്? 36-ൽ 12 എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം ഉണ്ട് അല്ലേ? അപ്പം 3 3 30 എന്ന് കിട്ടും. ശരിയാണോ? അപ്പോൾ എത്രയാണ്? ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 30 ആയിരിക്കും. റെഡി. ഇനി അടുത്തത് ബി ക്വസ്റ്റിനിലോട്ട് പോവേ. ബി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് എ മെഷർ ഓഫ് വൺ ഇന്നർ ആംഗിൾ? അപ്പോൾ ഒരു ഇന്നർ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നർ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഔട്ടർ ആംഗിൾ പുറത്ത് കിടക്കുന്ന ഔട്ടർ ആംഗിൾ 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കൂട്ടുന്നതല്ല, ഇതാണ് ഇന്നർ ആംഗിൾ എന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഇത് മൊത്തം 180 ആയിരിക്കും. ഇത് എത്രയായിരിക്കും? 180 ആയിരിക്കും. അതിൽ പുറത്ത് കിടക്കുന്ന ആംഗിൾ എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? 30 ആണ് ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 180 ആയതുകൊണ്ട് തന്നെ 180-ൽ നിന്ന് 30 അങ്ങോട്ട് കുറയ്ക്കാം. 150 30 കുറയ്ക്കുമ്പോൾ എത്രയാ? 150 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ എത്ര കിട്ടി? 150 ഡിഗ്രി എന്ന് കിട്ടി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോക്കി വെക്കണം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ? The number of boys and girls in a class are in the ratio 3:5. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യന് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് കടന്ന് കളിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് പ്രതീക്ഷിക്കാം. ആദ്യം ഇവിടെ കൊടുത്തേക്കുന്നത് ബോയ്സ്, ദെൻ കൊടുത്തേക്കുന്നത് എന്താണ്? ഗേൾസ് ആണ് അല്ലേ? അപ്പം ബോയ്സും ഗേൾസ്. അപ്പോൾ ആദ്യം വന്നേക്കുന്ന ആൾ ബോയ്സ് ആണ്. അപ്പോൾ ആദ്യം വന്നേക്കുന്ന ആളെയും രണ്ടാമത് വന്നേക്കുന്ന ആളെയും നമ്മൾ നന്നായിട്ട് മനസ്സിലൊന്ന് ആലോചിച്ച് വെക്കുക. ദെൻ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3:5 ആണ് കേട്ടോ. 3:5 ആണ്. ഇഫ് ദ നമ്പർ ഓഫ് ബോയ്സ് എത്ര? നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണെന്നും നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആൺകുട്ടികളുടെ എണ്ണം 12 അല്ലെങ്കിൽ 12 ആണ്. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ്? ഈ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? ഇനി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് രണ്ടാമത് ബി ആയിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. ഇത് സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും കേട്ടോ. ആദ്യം നമുക്ക് 3:5 എന്ന് എഴുതാം. ഇതിൻ്റെ റേഷ്യോ ആണ് 3:5 എന്ന് പറയുന്ന റേഷ്യോ എഴുതി. ഇത് 3 എന്ന് പറയുന്നത് ബോയ്സിൻ്റെ റേഷ്യോ, പിന്നെ അതേപോലെ 5 എന്ന് പറയുന്നത് ഗേൾസിൻ്റെ റേഷ്യോ ആണ്. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായേ? ഇവിടെ ആദ്യം ബോയ്സ് അല്ലേ കൊടുത്തേക്കുന്നത്, അതേപോലെ ഇവിടെ ആദ്യം കൊടുത്തേക്കുന്ന ആളുടെ ബോയ്സിൻ്റെ റേഷ്യോ ആയിരിക്കും. ഇവിടെ രണ്ടാമത് ഗേൾ അല്ലേ കൊടുത്തേക്കുന്നത്, അത് രണ്ടാമത് കൊടുക്കുന്ന ആൾ എന്തിൻ്റെ റേഷ്യോ ആയിരിക്കും? ഗേളിൻ്റെ റേഷ്യോ ആയിരിക്കും. ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് നമ്പർ ഓഫ് ബോയ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോയ്സിൻ്റെ താഴെ നമുക്ക് ബോയ്സിൻ്റെ നമ്പർ എഴുതാം. എത്രയാണ്? 12 ആണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 3-ൽ നിന്ന് മൂന്നിനോട് ഏതോ ഒരു സംഖ്യ ഗുണിച്ചപ്പോഴാണ് ഈ 12 കിട്ടിയേക്കുന്നത്. അത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന സംഖ്യ ആയിരിക്കും കേട്ടോ, എപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ്. 3-നോട് 4 ഗുണിക്കുമ്പോഴാണ് 12 കിട്ടുന്നത്, ശരിയല്ലേ? അതേപോലെ തന്നെ 5-നോടും ആ 4 അങ്ങോട്ട് ഗുണിച്ചാൽ മതി. 5-നോട് എന്ത് ചെയ്യുക? 4 ഗുണിക്കുക. 5 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 4 20 ആണ്. അപ്പോൾ ഇത്രയും ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 20 ആണ് കേട്ടോ. ഗേൾസ് എത്രയാണ്? 20 ആണ്. ഇത്രയേ ഉള്ളൂ. ആദ്യം റേഷ്യോ എഴുതുക, അത് ബോയ്സ് ആണോ ഗേൾസ് ആണോ എന്ന് എഴുതി കൊടുക്കുക.
അതിനുശേഷം ബോയ്സിൻ്റെ എണ്ണോ ഗേൾസിൻ്റെ എണ്ണോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തരും. ആ എണ്ണം അതിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവന്ന് എഴുതുക കേട്ടോ. ഇനി റേഷ്യോട് ഏത് സംഖ്യ ഗുണിച്ച് കഴിഞ്ഞാലാണ് ആ നമ്പർ കിട്ടുന്നത് എന്ന് ചെക്ക് ചെയ്യുക. ഇതേപോലെ നമ്പർ തന്നിട്ടുണ്ടാവും, ആ നമ്പർ കിട്ടുന്നത് എന്ന് ചെക്ക് ചെയ്യുക. അതേ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യുക, അടുത്ത ആളെയും കൂടി അങ്ങോട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗേൾസിൻ്റെ എണ്ണവും കിട്ടുന്നതായിരിക്കും. ഇവിടെ ഗേൾസിൻ്റെ എണ്ണമാണ്, ചിലപ്പോൾ ബോയ്സിൻ്റെ എണ്ണമായിരിക്കും തരുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത് കേട്ടോ, അടുത്ത് ശ്രദ്ധിക്കണേ. ടോട്ടൽ നമ്പർ. എങ്ങനെ ടോട്ടൽ നമ്പർ കാണുക? ടോട്ടൽ നമ്പർ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര ഗേൾസും ബോയ്സ് ടോട്ടൽ നമ്പർ എത്ര കുട്ടികളുണ്ടെന്ന് വെച്ചാൽ നിങ്ങളെങ്ങനെ ടോട്ടൽ നമ്പർ കുട്ടികൾ അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം നിങ്ങൾ എങ്ങനെ കാണുന്നത്? ആൺകുട്ടികളുടെ എണ്ണവും അതേപോലെ പെൺകുട്ടികളുടെ എണ്ണം കൂടെ അങ്ങോട്ട് കൂട്ടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. ടോട്ടൽ എത്രയാണ്? 32 ആണ്. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 32 എന്ന് കിട്ടും. റെഡി അല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം കേട്ടോ. ഇൻ ദ ഫിഗർ ABCD ഈസ് ആൻ ഐസോസ്ലസ് ട്രപ്പീസിയം ആണ് അല്ലേ. ആംഗിൾ എ എത്രയാണ്? 80 ആണ്. അപ്പം നോക്കിയാൽ ആംഗിൾ എ നമ്മൾ ട്രപ്പീസിയത്തിന് പഠിക്കുന്നുണ്ട് അല്ലേ. എ ഇതാണ് കേട്ടോ, എ, ഇത് ബി, ഇത് സി, ഇത് ഡി ആണ് കേട്ടോ. കറക്റ്റ് പിക്ചർ കാണുന്നില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് എ 80 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതും എത്ര തന്നെയായിരിക്കും? 80 തന്നെയായിരിക്കും കേട്ടോ. ഒരേ സൈഡിൽ കിടക്കുന്ന രണ്ട് ആംഗിളുകൾ അല്ലെങ്കിൽ രണ്ട് കോണുകൾ തുല്യമാണ്. അപ്പം ഇത് 80, എ എന്ന് പറയുന്നത് 80 ആണ്. ഇത് എ 80 ആണ്. ബി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബിയും എത്ര തന്നെയാണ്? 80 തന്നെയാണ്. ആലോചിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ട്രപ്പീസിയം ആണെങ്കിൽ ഒരേ സൈഡിൽ കിടക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. അടുത്ത് നോക്കിയേ, ആംഗിൾ സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഏതാ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ സി. അപ്പോൾ ആംഗിൾ സി കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ആംഗിൾ എയും അതേപോലെ സി ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം എന്നാണ് റൂള്. അപ്പോൾ ആംഗിൾ എ നമുക്കറിയാമല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 80 അങ്ങോട്ട് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 100 എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ സി ഈസിക്വൽ എത്ര ഡിഗ്രി എന്നാണ് വരുന്നത്? 100 ഡിഗ്രി എന്ന് വരും കേട്ടോ. ഒരേ സൈഡിൽ കിടക്കുന്ന ആംഗിളുകൾ തുല്യമാണ്. അതേപോലെ ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം. ഇത് ട്രപ്പീസിയവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തതിലേക്ക് പോവേ. അടുത്തത്, രാമു ഡിപ്പോസിറ്റ് 100 അല്ല 1000 കേട്ടോ, 1000 rupees ഇൻ എ ബാങ്ക് വിച്ച് ഗീവ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഏതാണ്? സാധാ ഇൻട്രസ്റ്റിനാണ്. ആഫ്റ്റർ 1 year രാമു ഗോട്ട് 100 rupees ആസ് ഇൻട്രസ്റ്റ്. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അപ്പോൾ പറഞ്ഞേക്കുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ രാമു 1000 രൂപ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചു. അപ്പോൾ എത്ര രൂപ കൊണ്ടുപോയിട്ടിട്ടത്? 1000 രൂപ. അങ്ങനെ 1000 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞപ്പം രാമുവിന് 1 year കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സാധാ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇൻ ദ ഫിഗർ ABCD ഈസ് ആൻ ഐസോസ്ലസ് ട്രപ്പീസിയം ആണ് അല്ലേ. ആംഗിൾ എ എത്രയാണ്? 80 ആണ്. അപ്പം നോക്കിയാൽ ആംഗിൾ എ നമ്മൾ ട്രപ്പീസിയത്തിന് പഠിക്കുന്നുണ്ട് അല്ലേ. എ ഇതാണ് കേട്ടോ, എ, ഇത് ബി, ഇത് സി, ഇത് ഡി ആണ് കേട്ടോ. കറക്റ്റ് പിക്ചർ കാണുന്നില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് എ 80 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതും എത്ര തന്നെയായിരിക്കും? 80 തന്നെയായിരിക്കും കേട്ടോ. ഒരേ സൈഡിൽ കിടക്കുന്ന രണ്ട് ആംഗിളുകൾ അല്ലെങ്കിൽ രണ്ട് കോണുകൾ തുല്യമാണ്. അപ്പം ഇത് 80, എ എന്ന് പറയുന്നത് 80 ആണ്. ഇത് എ 80 ആണ്. ബി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബിയും എത്ര തന്നെയാണ്? 80 തന്നെയാണ്. ആലോചിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ട്രപ്പീസിയം ആണെങ്കിൽ ഒരേ സൈഡിൽ കിടക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. അടുത്ത് നോക്കിയേ, ആംഗിൾ സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഏതാ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ സി. അപ്പോൾ ആംഗിൾ സി കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ആംഗിൾ എയും അതേപോലെ സി ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം എന്നാണ് റൂള്. അപ്പോൾ ആംഗിൾ എ നമുക്കറിയാമല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 80 അങ്ങോട്ട് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 100 എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ സി ഈസിക്വൽ എത്ര ഡിഗ്രി എന്നാണ് വരുന്നത്? 100 ഡിഗ്രി എന്ന് വരും കേട്ടോ. ഒരേ സൈഡിൽ കിടക്കുന്ന ആംഗിളുകൾ തുല്യമാണ്. അതേപോലെ ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം. ഇത് ട്രപ്പീസിയവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം അല്ലേ. രാമു ഡിപ്പോസിറ്റ് 1000 rupees ഇൻ എ ബാങ്ക് വിച്ച് ഗീവ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ആഫ്റ്റർ 1 year രാമു ഗോട്ട് 100 rupees ആസ് ഇൻട്രസ്റ്റ്. വാട്ട് ഈസ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക ഇത് ഏത് ടൈപ്പ് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? PNR ആണ്. ശരിയല്ലേ? പി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൊണ്ടുപോയി നിക്ഷേപിച്ച അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്. അപ്പോൾ ഇവിടെ എത്ര ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത്? 1000 ആണ് ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. ആഫ്റ്റർ 1 year എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കാലാവധി എന്ന് പറയുന്നത് N എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 year ആയിരിക്കും അല്ലേ. N എന്ന് പറയുന്നത് എത്രയാണ്? 1 year ആണ്. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? R ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാ കണ്ടുപിടിക്കേണ്ടത്? R ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് R/100 എന്ന് എഴുതാം കേട്ടോ. R/ നമുക്ക് എന്ത് എഴുതാം? 100 എന്ന് എഴുതാം. ഇനി നോക്കിക്കേ ഇതെങ്ങനെ ചെയ്യും? 1000നെ 1 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര തന്നെയാണ്? 1000 തന്നെയാണ് അല്ലേ. 1000/, നമുക്ക് എന്ത്
എഴുതാം? 1000/100 അല്ലേ? ഓക്കെ, 1000/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 6 കിട്ടണം. 1000 എന്ത് ചെയ്താൽ മതി? 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്തായാലും 6 കിട്ടും അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? 0 നമുക്ക് വെട്ടാം കേട്ടോ. ഈ 0 വെട്ടി, താഴെ കിടന്ന് ഈ 0 വെട്ടി. ഇനി അവിടെ ബാക്കി ആരൊക്കെ ഉള്ളത്? 10 മാത്രമാണ് അല്ലേ? 10നെ എത്ര കൊണ്ട് ഹരിച്ചാൽ മതി? 1 കൊണ്ട് ഹരിച്ചാൽ മതി. മുകളിൽ 10 കിടപ്പുണ്ട്, താഴെ 1 കിടപ്പുണ്ട്. അപ്പോൾ 10 ഹരിക്കണം 1 എന്ന് പറയുന്നത് എത്രയാണ്? 10നെ 1 കൊണ്ട് ഹരിച്ചാൽ എത്ര തന്നെയാണ്? 10 തന്നെയാണ് അല്ലേ? അപ്പോൾ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്? 10 ആണ് കേട്ടോ. 10 എന്ന് കിട്ടും. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് x² - y². എക്സ് പ്ലസ് വൈ, ഇതൊക്കെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം കേട്ടോ മക്കളെ. അപ്പോൾ ഇതെങ്ങനെ വരുന്നതെന്ന് പറഞ്ഞേ, എക്സ് വൈ ഈസ് ഈക്വൽ ടു x² ആണല്ലേ? സോറിയേ, ഒരു മിനിറ്റ്. x² - y² എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈയും പിന്നെ അതേപോലെ ആരാണ്? ഒരാളിവിടെ ഉണ്ട്. ആരാണ്? എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ആണ് കേട്ടോ. എക്സ് മൈനസ് വൈയും ആണ്. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ആണ്. ഇനി ഇതേ പ്രിൻസിപ്പിൾ വെച്ചിട്ട് എന്ത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? 52 അല്ലെങ്കിൽ 52² മൈനസ് 48² പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം. ആദ്യം എന്താ വരേണ്ടത്? എക്സ് പ്ലസ് വൈ ആണല്ലേ? അപ്പോൾ ആദ്യം നമുക്കിവിടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ എഴുതാം കേട്ടോ. എക്സ് എന്ന് പറയുന്നത് ആദ്യം കിടക്കുന്ന ആൾ എത്രയാണ്? 52 ആണ്. ഇനി വൈ എന്ന് വെച്ചാൽ എത്രയാണ്? 48 ആണ് കേട്ടോ. വൈ എന്ന് വെച്ചാൽ എത്രയാണ്? 48 ആണ്. ഇനി നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലേ? ആദ്യം എക്സ് പ്ലസ് വൈ അല്ലേ? അപ്പോൾ 52 പ്ലസ് എത്ര വരും? വൈ എന്ന് പറയുന്നത് എത്രയാണ്? 48 എന്ന് വരും കേട്ടോ. അടുത്ത എന്താണ്? എക്സ് മൈനസ് വൈ ആണല്ലേ? അപ്പോൾ എന്താ വരിക? 52 മൈനസ് 48 എന്ന് വരും. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അടുത്ത പറഞ്ഞേ, 52 നിന്ന് 48 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? കൂട്ടി നോക്കാം അല്ലേ? 52 പ്ലസ് 48, 52 പ്ലസ് 48, 8 പ്ലസ് 2 എന്ന് പറയുന്നത് 10 ആണ്. 10ന് 0 എഴുതി, 1 ശിഷ്ടം. 5 1 6, 6 4 എത്രയാണ്? 10. അപ്പോൾ എത്ര കിട്ടും? 100 എന്ന് കിട്ടും. 100 കഴിഞ്ഞിട്ട് അടുത്ത എന്താ എഴുതേണ്ടത്? ഇവിടെ ഈ പ്ലസും മൈനസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? ഇൻറ്റു ആയിരിക്കും കേട്ടോ. അപ്പോൾ 100 ഇൻറ്റു 52 നിന്ന് 48 കുറച്ചാൽ എത്രയാണ്? 4 ആണ് കേട്ടോ. അപ്പോൾ ആൻസർ എത്ര കിട്ടുന്നത്? 400 എന്ന് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾവേസ് ട്രൂ റിഗാർഡിംഗ് എ പാരലോഗ്രാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന പാരലോഗ്രാമിൻ്റെ ഏതാണ് ട്രൂ ആയ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിലൊന്നേ ഉള്ളൂ കേട്ടോ. ഏതാണ്? ഡയഗണൽസ് ബൈസെക്റ്റ് ഈച്ച് അതർ. അത് മാത്രമേ ഇതിൽ എന്തുള്ളൂ? ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നന്നായിട്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ? ഇൻ ദ ഫിഗർ എ ബി ഈസ് ഈക്വൽ ടു എ സി, ദെൻ ആംഗിൾ സി ആംഗിൾ എ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം കേട്ടോ. എ ബിയും എ സിയും തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബിയും എ സിയും എന്താണ്? തുല്യമാണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏത് എ ബി എന്ന് പറയുന്ന സൈഡ്? ഇതാണ് അല്ലേ? ഏതാണ് എ സി എന്ന് പറയുന്ന സൈഡ്? ഇതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചേക്കുന്നത്? ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പഠിച്ചേക്കുന്നത്? വശങ്ങൾക്ക് എതിരെയുള്ള ആംഗിൾസ് എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? അപ്പോൾ ഈ വശം ഒരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ വശം ഒരു 5 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? അപ്പോൾ എ സി എന്ന് പറയുന്ന വശത്തിന് നേരെ അല്ലെങ്കിൽ സൈഡിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് എത്രയെന്ന് പറയുന്നത്? 55 എന്ന് പറയുന്നത്. അതേപോലെ എ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ഒരു വ്യത്യാസം ഉണ്ടാവില്ല അല്ലേ? ഇതും എത്ര തന്നെയായിരിക്കും? 55 തന്നെയായിരിക്കും. അപ്പോൾ പറഞ്ഞേ, എ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ആംഗിൾ സി ഈസ് ഈക്വൽ ടു എത്രയാണ്? 55 ആണ് കേട്ടോ. ഈ നെക്സ്റ്റ് അടുത്ത ഏതാ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ എ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഇതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾ അല്ലേ? എ ബി എന്ന് പറയുന്നതും എ എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും 3 ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം അല്ലെങ്കിൽ 180 കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് 255 അങ്ങോട്ട് കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ ആദ്യം 255 കൂടെ കൂട്ടിയിട്ട് കുറച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ അല്ലാണ്ട് ചെയ്യണമെങ്കിൽ അല്ലാണ്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ എത്ര വരും എന്ന് പറഞ്ഞാൽ 180 മൈനസ് 55 പ്ലസ് 55 എത്രയാണ്? 110 ആണ് അല്ലേ? അപ്പം 110 എന്ന് വരും. കുറയ്ക്കാൻ അറിയാലോ, ഞാൻ കാണിച്ചു തരുന്നില്ല കേട്ടോ. കുറയ്ക്കാൻ എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ എത്ര വരുന്നത്? 70 ഡിഗ്രി എന്ന് വരും കേട്ടോ. അപ്പോൾ ആൻസർ എത്രയാണ്? ആംഗിൾ എ എന്ന് പറയുന്നത് 70 ആണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. In an inner angle of a regular polygon is
135. അപ്പോൾ ഇന്നർ ആംഗിൾ എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇന്നർ ആംഗിൾ എത്രയാണ്? 135 ആണ്, അല്ലെങ്കിൽ 135 ആണ്. ഇനി എ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? മെഷർ ഓഫ് ആൻ ഔട്ടർ ആംഗിൾ, പുറത്തുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പുറത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇന്നർ ആംഗിളിൽ നിന്ന് അല്ലെങ്കിൽ 180 നിന്ന് ഇന്നർ ആംഗിൾ അങ്ങോട്ട് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ എത്ര വരും? 180 മൈനസ് 135. അപ്പോൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 45 എന്ന് കിട്ടും. റെഡിയാണോ? ഇനി അടുത്ത് നോക്കിയേ, ഹൗ മെനി സൈഡ്സ്, എത്ര സൈഡ്സ് ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, ഒരു ഔട്ടർ ആംഗിൾ എത്രയാണെന്ന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്? 45 ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം എന്താ വെച്ചാൽ, റെഗുലർ പോളിഗൺസിൻ്റെ എല്ലാ സൈഡും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര നമുക്ക് കിട്ടുന്നത്? 360 ആണല്ലേ. അപ്പം 360 നിന്ന് ഒരു ഔട്ടർ ആംഗിളായ 45 നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ഹരിച്ചാൽ മതി, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 8. അപ്പോൾ നമുക്ക് എഴുതാം, നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 ആയിരിക്കും കേട്ടോ. നമ്പർ ഓഫ് സൈഡ്സ് 8. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താവും? ആകെപ്പാടെ ടെൻഷൻ ആവട്ടെ. ഇത് സിമ്പിൾ സാധനം. നോക്കിക്കേ, എന്ത് വെച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? യൂസിങ് ദ എബോ കൺസെപ്റ്റ്, ഇത് ഈ മോളിൽ കൊടുത്തേക്കുന്ന ഈ കൺസെപ്റ്റ് വെച്ചിട്ട് 101 സ്ക്വയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലോ, എക്സ് ഇല്ല, വൈ ഇല്ല, എന്തെങ്കിലും ടെൻഷൻ അടിക്കണോ? ഒരു ടെൻഷനും അടിക്കണ്ട. ഈ 101 എന്ന് പറയുന്ന ഈ നമ്പറിനെ നമ്മൾ എക്സും വൈയുമായിട്ട് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് 100 എടുക്കാം. എക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര എടുക്കുക? 100. ഇനി വൈ എന്ന് പറയുന്നത് നമ്മൾ എത്ര എടുത്താൽ മതി? 1 എടുത്താൽ മതി. വൈ എന്ന് പറയുന്നത് നമ്മൾ എത്ര എടുക്കുക? 1 എടുക്കുക. ഇനി ഈ കൺസെപ്റ്റ് ജസ്റ്റ് നമുക്കൊന്ന് എഴുതാം കേട്ടോ. എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. റെഡിയാണോ? ഓക്കെ, ഇനി അടുത്തത് എക്സ് എത്രയാണ് നമ്മളിവിടെ കണ്ടുവച്ചേക്കുന്നത്? 100 ആണല്ലേ. അപ്പോൾ 100 എഴുതുക, പ്ലസ് അതുപോലെ ഇറക്കി എഴുതുക. വൈ എത്രയാണ്? 1 ആണ്. ഇനി ഒരു ഓൾ സ്ക്വയർ അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. ഓൾ സ്ക്വയർ കൊടുത്തു, ഈക്വൽ ടു അതേപോലെ താഴോട്ട് എഴുതുക. ഇനി അടുത്തത് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് എന്ന് പറയുന്നത് 100 ആണ്. 100ൻ്റെ സ്ക്വയർ ആക്കി എഴുതുക. പ്ലസ് വൈൻ്റെ സ്ക്വയർ, വൈ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. 1ൻ്റെ സ്ക്വയർ അല്ലേ. ഇനി പ്ലസ് അതുപോലെ ഇറക്കി എഴുതുക. 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ആണല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എക്സിന് പകരം 100 കൊടുക്കുന്നു, വൈക്ക് പകരം എത്ര കൊടുക്കുന്നു? 1 കൊടുക്കുന്നു. റെഡിയാണോ? ഇനി നോക്കിക്കേ, നമ്മുടെ 100ൻ്റെ സ്ക്വയർ എത്രയാ? 100ൻ്റെ സ്ക്വയർ ആണ് എന്താ ചെയ്യേണ്ടത്? 100നെ 100 കൊണ്ട് ഗുണിക്കുക. 100നെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 10,000 ആണല്ലേ. അപ്പോൾ 10,000 എഴുതുക, ദെൻ പ്ലസ് ഇടുക കേട്ടോ. 10,000 എഴുതിയിട്ട് 100 സ്ക്വയർ നമ്മൾ ചെയ്തു അല്ലേ. അപ്പം 10,000 എഴുതിയിട്ട് അടുത്ത് എന്താണ്? പ്ലസ് കൊടുക്കുക. 1ൻ്റെ സ്ക്വയർ എത്രയാ? പറഞ്ഞു നോക്കിക്കേ, 1 ആണ് അല്ലേ. 1ൻ്റെ സ്ക്വയർ 1 ആണ്. അപ്പോൾ 1 എഴുതി, ദെൻ വീണ്ടും പ്ലസ് കൊടുക്കുക. 2നെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? ഈ 2 ആണ്. 2നെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 200 ആണ്. 200നെ 1 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 200 തന്നെയാണ് അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 200 എന്ന് കിട്ടും. ഇനി നോക്കിക്കേ, 10,000നെ ഇനി അങ്ങനെ എന്താ ചെയ്യേണ്ടത്? 10,000 പ്ലസ് എത്രയാണ്? 200. പിന്നെ ആരും കിടപ്പുണ്ട്? ഒരു 1 ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു 1 കൂടെ എഴുതി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 1 എന്ന് കിട്ടും. 0 അതുപോലെ ഇറക്കി എഴുതുക. 0ത്തോട് 2 കൂട്ടിയാൽ 2 ആണ്. 2 എഴുതുക. 0 അതുപോലെ ഇറക്കി എഴുതുക. 1 എഴുതുക അല്ലേ. അപ്പോൾ എത്ര ആൻസർ? 10,201 എന്ന് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? സിമ്പിളാണ് അല്ലേ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കേട്ടോ. ഇതാണ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ ക്ലാസ് ആർ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 4:3 ആണ്. നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? 21 ആണ്. നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 21 ആണ്. ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോയ്സ്? ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒന്ന് ചെയ്തു നോക്കാം. ആദ്യം ബോയ്സും ഗേൾസും അടയാളപ്പെടുത്തുക, റേഷ്യോയും അടയാളപ്പെടുത്തുക കേട്ടോ. ആദ്യം ബോയ്സ് അല്ലേ, അപ്പം ബി എന്ന് ഇടാവേ. ഗേൾസ് ജി എന്ന് ഇടാം. അടുത്തത് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 4:3 ആണ്. 4:3 എത്രയാണ്? 3 ആണ്. ഇനി 6 നമ്പറാണ് പറഞ്ഞേക്കുന്നത്. ഒരു ക്ലാസ്സിൽ 21 ഗേൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഗേൾസിൻ്റെ സ്ഥാനത്ത് നമുക്ക് 21 ഇട്ട് കൊടുക്കുക കേട്ടോ. ഗേൾസിൻ്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്കുക? 21.
ഇനി നമ്മുടെ ടേബിൾ നന്നായിട്ടൊന്ന് ആലോചിക്കണം കേട്ടോ. അപ്പോൾ ടേബിൾ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ടേബിൾ നന്നായിട്ട് ആലോചിക്കുക. 3നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 21 കിട്ടുന്നത്? 3നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാൽ 21 കിട്ടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 7 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 21 അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 7 ഇൻറ്റു 3 അല്ലെങ്കിൽ 3 ഇൻറ്റു 7 എന്ന് പറയുന്നത് എത്രയാണ്? 21. അപ്പോൾ 4നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 4നെ 7 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ കണ്ടോ, 4നെ 7 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ബോയ്സിൻ്റെ എണ്ണം കിട്ടൂലേ? അപ്പം ബോയ്സിൻ്റെ എണ്ണം എത്രയാണ്? 28. എക്സ് ഒക്കെ വെച്ച് ചെയ്യാം കേട്ടോ. അതിലെളുപ്പം എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു കേട്ടോ. ഏത് നമ്പർ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 21 കിട്ടുമെന്ന് ജസ്റ്റ്. അപ്പോൾ ടേബിൾ നന്നായിട്ട് അറിയണം. എന്നാൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയേ, ബോയ്സിൻ്റെ എണ്ണം എത്രയാണ്? നമ്പർ ഓഫ് ബോയ്സ് എത്രയാണെന്ന് പറഞ്ഞേ? നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? 28. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഗേൾസിൻ്റെ എണ്ണത്തെ നമ്മൾ ഗേൾസിൻ്റെ റേഷ്യോയോട് ഏത് നമ്പറാണ് ഗുണിച്ചത് അതേ നമ്പർ ബോയ്സിൻ്റെ റേഷ്യോയുടെ ഗുണിക്കണം കേട്ടോ. വേറെ നമ്പർ ഇട്ട് ഗുണിക്കരുതേ. ഇപ്പം ഗേൾസിൻ്റെ റേഷ്യോൻ്റെ കൂടെ നമ്മൾ ഏത് നമ്പറാണ് ഗുണിച്ചത്? 7. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ ക്ലൂ തന്നിട്ടുണ്ട്. 21 ഗേൾസാണ് തന്നിട്ടുണ്ട്. അപ്പോൾ 3നെ 7 കൊണ്ട് ഗുണിച്ചാൽ 21 കിട്ടുമെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഇവിടെ 4നെയും എത്ര കൊണ്ട് ഗുണിക്കണം? 7 കൊണ്ട് ഗുണിക്കണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 28. ഇനി അടുത്ത ചോദ്യം എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. സിമ്പിളാണ് അല്ലേ? അപ്പോൾ ടോട്ടൽ എങ്ങനെയാണേ? ടോട്ടൽ പറഞ്ഞേ, നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആകെ ഗേൾസിൻ്റെ എണ്ണവും ആകെ ബോയ്സിൻ്റെ എണ്ണം കൂടെ ആഡ് ചെയ്യല്ലേ? അപ്പോൾ ഇവിടെ ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 28. ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 21. അപ്പോൾ ടോട്ടൽ എത്രയായിട്ട് മാറി? 9ഉം 4ഉം എത്രയാണ്? 49 മാറി. സിമ്പിളല്ലേ? സിമ്പിളാണല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം കേട്ടോ. ഇൻ ദ റോംബസ് ABCD AC 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ AC എന്ന് പറയുന്നത് ഇതല്ലേ? AC എത്ര സെൻറ്റിമീറ്റർ ആണ്? 8. ഇനി BD 6 സെൻറ്റിമീറ്റർ. BD എന്ന് പറയുന്നത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. BD എന്ന് പറയുന്നത് ഈ ലൈൻ അല്ലേ? 6. AOD എത്ര? AOD ഇതാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഞാൻ നെക്സ്റ്റ് മറ്റേ ഒന്ന് വായിക്കാം. അല്ല, AOD ഏതാ നമ്മൾ കാണുള്ളൂ. AOD. അപ്പോൾ AOD ഈ ആംഗിൾ എത്രയാണ്? എത്രയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഈ ആംഗിൾ എത്രയായിരിക്കും? 5 അല്ല 90 ആയിരിക്കും കേട്ടോ. ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇനി നെക്സ്റ്റ് അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്? AD. ഏതാ നമ്മുടെ AD എന്ന് പറയുന്നത്? AD എന്ന് പറയുന്നത് ഈ നീളമാണ് AD എന്ന് പറയുന്നത്. അപ്പോൾ AD എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്ന് നോക്കിക്കേ. അപ്പോൾ നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കുക? AD എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ശ്രദ്ധിച്ചോട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ACയുടെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഏതിൻ്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്? നമ്മുടെ ACയുടെ നീളം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ACയുടെ നീളം എത്രയാണ്? 8. AC എന്ന് പറയുന്നത് ഈ ലൈൻ അല്ലേ? ഈ ലൈന് ടോട്ടൽ 8. സോ ഈ ഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആ ഭാഗം എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 4. ഇനി അടുത്തത് BDയുടെ നീളം പറഞ്ഞിട്ടുണ്ട്. BDയുടെ നീളം എത്രയാണ്? ടോട്ടൽ 6. സോ DO എന്ന് പറയുന്നത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. DO എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 3. ജസ്റ്റ് ഞാനൊന്ന് എടുത്ത് എഴുതാവേ. AO എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ DO എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 3 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു കോണെന്ന് പറയുന്നത് AOD അല്ലേ? അപ്പോൾ ആ കോൺ എത്ര ഡിഗ്രിയാണ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്? 90 ഡിഗ്രിയാണ്. ഇതൊരു ത്രികോണമാണ് അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ 90 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന വശത്തിന് നമ്മൾ എന്താ വിളിക്കുന്നത്? ഹൈപ്പോട്ട്ന്യൂസ് എന്നല്ലേ വിളിക്കുന്നത്? നമ്മുടെ പൈതഗോറസ് തിയറം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയായിരുന്നു നമ്മുടെ ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ കണ്ടുപിടിക്കുന്നത്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ശരിയല്ലേ? സിമ്പിളായിട്ട് ചെയ്തൂടെ? അപ്പോൾ നമുക്ക് എഴുതാം കേട്ടോ. AD സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആരെ കണ്ടുപിടിക്കേണ്ടത്? AD സ്ക്വയർ. അപ്പോൾ AD സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? AO സ്ക്വയർ എന്ത് ചെയ്താൽ മതി? AO സ്ക്വയറിൽ നിന്ന് AO സ്ക്വയറിനോട് എന്ത് ചെയ്താൽ മതി? DO സ്ക്വയർ അങ്ങോട്ട് കൂട്ടിയാൽ മതി. ശരിയാണോ? AO സ്ക്വയറിനോട് എന്ത് കൂട്ടിയാൽ മതി? DO സ്ക്വയർ അങ്ങോട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ നോക്കിക്കേ, AO സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് അല്ലേ? അപ്പം 4ൻ്റെ സ്ക്വയറോട് കൂടി DO സ്ക്വയർ. D എന്ന് വെച്ചാൽ എത്രയാണ്? DO എന്ന് വെച്ചാൽ 3 ആണ്. 3ൻ്റെ സ്ക്വയർ. അപ്പം 4ൻ്റെ സ്ക്വയർ എത്രയാണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയേ, 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. 16നോട് 9 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 25 ആണ് അല്ലേ? അപ്പം നോക്കിക്കേ, നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? AD സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. AD സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് AD സ്ക്വയർ ആണോ നമ്മളോട് ചോദിച്ചേക്കുന്നത്? അല്ല, AD എന്ന് പറയുന്ന വശം നമുക്ക് മതി അല്ലേ, അല്ലെങ്കിൽ സൈഡ് മതി. അപ്പോൾ എങ്ങനെ AD എന്ന് പറയുന്ന വശം കാണുന്നത്? √25 ചെയ്താൽ മതി കേട്ടോ. ഈ സ്ക്വയർ സമത്തിൻ്റെ അല്ലെങ്കിൽ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറും? റൂട്ടായിട്ട് മാറും അല്ലേ. അപ്പോൾ √25 എന്ന് വെച്ചാൽ എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കുറേ ഒരു 3-4 ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ്, അടുത്ത 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.